ഗൈസ് അങ്ങനെ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു അവസാനിച്ചു. അതോടൊപ്പം തന്നെ കപ്പ് സീസൺ 7 കപ്പ് അനുമോളും കൊണ്ടുപോയി. അതിനുശേഷം എല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, അനുമോൾക്ക് അതിനുള്ളിൽ ഒരു കാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സമ്മാനമായിട്ട്. ഈ പറയുന്ന രീതിയിൽ മാരുതിയുടെ ഒരു കാർ. അതൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു സമ്മാനമായിരുന്നു. അപ്പോൾ ആ സംഭവം ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിപ്പോൾ ഒരു 4-5 മാസമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലും കാർ കൈ കിട്ടിയിട്ടില്ല. ഇനി അവർ പറ്റിച്ചതാണോ, ഇനി കാർ കൊടുക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരൊക്കെ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടൊക്കെ തന്നെ പല ഈ ബിഗ് ബോസ് റിലേറ്റഡുമായിട്ടുള്ള അനുമോളുടെ കമന്റ് ബോക്സിലൊക്കെ തന്നെയും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊരു ഉത്തരം ഇപ്പോൾ ആയിരിക്കുന്നു. അതായത് ആ കാർ അനുമോൾ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ അനുമോൾ തന്നെ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ കുറച്ച് മുന്നേ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാർ എന്തായാലും അനുമോൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതെന്തായാലും അനുമോൾ നേടിയിരിക്കുന്നു. അപ്പോൾ ഒരു 4-5 മാസം ആ ഒരു ഇടവേള എടുത്തു ഈ കാർ കയ്യിൽ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ കാർ കയ്യിൽ വരാനായിട്ട്. എന്തായാലും ആ ഒരു ഇടവേളയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു കാർ ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസിന് ഈ ഒരു 7 സീസൺ വരെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കാർ കിട്ടിയിട്ടുള്ളതായിട്ട് 2 വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അതായത് ഈ പറയുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഒന്ന് അഖിലാണ്. അഖിൽ മാരാർക്ക് സീസൺ 5 ആ ഒരു കാർ കിട്ടിയത്. അത് മാരുതിയുടെ തന്നെ ഒരു കാറായിരുന്നു. ഇപ്പോൾ ഇതാ അനുമോക്കും ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അതായത് ഒരു കാർ, കാരണം കാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഒരു സമ്മാനം എന്നുള്ള രീതിയല്ല, അത് സ്പോൺസേഴ്സ് കൊടുക്കുന്ന, അതായത് ഈ പറയുന്ന രീതിയിൽ ബിഗ് ബോസ് റിലേറ്റഡുമായിട്ട് ഏഷ്യാനെറ്റ് സ്പോൺസർമാർ കൊടുക്കുന്ന ഒരു ഇതാണ്. അവർക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. അല്ലാതെ അത് ഇപ്പോൾ കൊടുത്തില്ലെന്ന് പറഞ്ഞ വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാരണം ബാക്കിയുള്ള സീസണുകളിലൊന്നും തന്നെ ഈ പറയുന്ന രീതിയിൽ കാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സപ്പോസ് കാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ ഇത് ഈ പറയുന്ന രീതിയിൽ പ്രൈസ് മണിക്ക് പുറമേ കിട്ടുന്ന ഒരു അഡീഷണൽ സമ്മാനമാണ് ഇപ്പോൾ കാർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും അനുമോക്ക് ലോട്ടറി അടിച്ചു എന്ന് മാത്രമേ പറയാവുള്ളൂ. ആ ഒരു രീതിയിൽ അനുമോക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അനുമോക്ക് ഇപ്പോൾ ആ ഒരു കാർ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അനുമോൾ ആ ഒരു പോസ്റ്റ് ചെയ്തിട്ട്, അതായത് ഈ പറയുന്ന രീതിയിൽ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ഈ പറഞ്ഞ രീതിക്ക് എല്ലാവരോടും, അതായത് വോട്ട് ചെയ്ത എല്ലാവരോടും, കാരണം വോട്ട് ചെയ്തിട്ടാണല്ലോ വിജയിക്കുന്നത്. ഇനി എന്ത് തന്നെ ആയാലും വോട്ട് ചെയ്യാതെ വിജയിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വോട്ട് ചെയ്ത എല്ലാവർക്കും, കാരണം ജനങ്ങൾ വോട്ട് ചെയ്തു വിജയിപ്പിച്ചു. അതുകൊണ്ട് അനുമോക്ക് അതിൻ്റെ അകത്തുനിന്ന് കപ്പ് നേടാനായി. അതോടൊപ്പം തന്നെ ഈ കാർ കിട്ടാനും അതൊരു കാരണമായി മാറി. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അനുമോൾ ആ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന രീതിയിൽ സീസൺ 7 വിന്നർ എന്തായാലും അനുമോളായി മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ വിന്നറുടെ കപ്പ് കിട്ടി, പ്രൈസ് മണി അനുമോൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കാറും അങ്ങനെ അനുമോൾ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ ആ ഒരു രീതിയിലുള്ള പെൻഡിങ് ആയിട്ട് നിന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയം കൊണ്ട് തന്നെ അനുമോൾക്ക് അത് കിട്ടിയിരിക്കുന്നു കംപ്ലീറ്റ് ആയിട്ട്. ഇനി പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സീസൺ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിലുള്ള ബാക്കി സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരിക്കും ഇനി അടുത്ത സീസണിൽ നടക്കാൻ പോകുന്നത്, അടുത്ത സീസണിൽ ഇനി എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ, ആരൊക്കെയായിരിക്കും വരുന്നത് എന്നൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. കാരണം ഈ ബിഗ് ബോസ് സീസൺ 8 നേരത്തെ തുടങ്ങുമെന്നൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ചൊന്ന് ലാഗ് ആവുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഒരു മെയ് ജൂൺ അടുപ്പിച്ചൊക്കെ ആവാം. മാക്സിമം എനിക്കൊന്ന് കഴിഞ്ഞ ഈ 7 പോലെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ സീസൺ 8 വരാനായിട്ട്. ആ ഒരു ടൈമൊക്കെ തന്നെ എടുക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം അനക്കമൊന്നും തന്നെ ഇല്ല, ഇപ്പോൾ വരെയും അനക്കമൊന്നും തന്നെ ഇല്ല. എല്ലാം ആ ഒരു സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. സോ കുറച്ചുകൂടെ ടൈം പോകാനായിട്ടുള്ള സാധ്യതയാണ് സീസൺ 8 കാണുന്നത്. എന്തായാലും സീസൺ 7 ഈ പറയുന്ന രീതിയിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. സീസൺ 7 ഉടനീളം എങ്ങനെയായിരുന്നു. അതോടൊപ്പം തന്നെ സീസൺ 7 കഴിഞ്ഞു. സീസൺ 7 കഴിഞ്ഞിട്ട് വലിയ കോളുകളൊക്കെ തന്നെ ഇല്ലാതെ ഈ പറയുന്ന സൈലന്റ് രീതിയായിരുന്നു മുന്നോട്ട് പോയത്. ഇടയ്ക്ക് വെച്ച് ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും ഈ പറയുന്ന ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അനുമോൾ അനീഷ് തമ്മിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോൾ കെട്ടടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് അനുമോക്ക് കിട്ടാനുണ്ടായിരുന്ന ആ ഒരു സമ്മാനം കൂടി ഇപ്പോൾ അനുമോക്ക് ലഭിച്ചിരിക്കുന്നു. അതായത് മാരുതി സുസുക്കിയുടെ ആ ഒരു കാറും കൂടി ഇപ്പോൾ അനുമോൾ സ്വന്തമാക്കിയിരിക്കുന്നു. കൊള്ളാം, നല്ല കാര്യം തന്നെയാണ്. കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകട്ടെ. ബാക്കി നമുക്ക് ഇനി അടുത്ത സീസണിൽ വരുമ്പോഴത്തേക്കും ആര് ജയിക്കും, ആര് എന്തൊക്കെ നേടും, ആർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടും എന്നൊക്കെ കാത്തിരുന്ന് കാണാം. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അനുമോളായാലും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെ ആയാലും അവരവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ എന്താ പറയുക, ഈ അന്തം ഫാൻസ് എന്ന് പറയുന്നവരെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഇനിയെങ്കിലും ഈ ചൊറിയുന്ന രീതിയിൽ അങ്ങോട്ട് ചൊറിയാനോ ഇങ്ങോട്ട് ചൊറിയാനോ നിൽക്കാതെ ആ കാര്യം അവിടെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുക. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുക. അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ചൊറിയാനോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ മറ്റുള്ളവരെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് തെറി പറയാനോ ഒന്നും തന്നെ നിൽക്കാതെ വെറുതെ ചളി വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്നവർക്ക് നല്ലതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.